C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. 20 വർഷം കഴിഞ്ഞു ഇതിനകം ഒന്ന് കണ്ടിട്ട്. ഇതുവരെ അകത്തേക്ക് കയറണം തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എന്നെ അകത്ത് നിന്ന് ആരോ വിളിക്കുന്ന പോലെ. പ്രിയപ്പെട്ടതെന്തോ അകത്തെനിക്ക് വേണ്ടി ഉള്ളതുപോലെ. അതെല്ലാം നിന്റെ തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് രവി. പിന്നെ ആര് വരാനാ ഇവിടെ? അങ്ങനെ ഒരു തോന്നൽ രാജാ. അത് വെറും തോന്നൽ മാത്രമാ. നീ വന്നേ, നമുക്ക് പോവാം. രാജനന്ദിനിയുടെ അടുത്ത് പോണ്ടേ? ശരി, ഇനി നിന്നെ അനുസരിച്ചില്ല എന്ന് വേണ്ട. കൃഷ്ണ, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. നീ ഒരു സ്ഥലം വരെ വരണം. എവിടെയാ? ലൊക്കേഷൻ ഞാൻ അയക്കാം. പിന്നെ അച്ഛന്റെയോ അമ്മയുടെയോ രവിസാറിന്റെയോ കോള് വന്നാ തൽക്കാലം അറ്റൻഡ് ചെയ്യണ്ട.
ഇപ്പൊ സാറ് കാത്തിരുന്ന് മുഷിയാണല്ലോ. അവളെന്തോ ഇനി മാത്രം വാങ്ങി കൂട്ടുന്നത്. ഇപ്പൊ വരും സരോജം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഷോപ്പിങ്ങിന് എന്നൊക്കെ പറഞ്ഞു പോയാ സമയം പോകുന്നവര് ശ്രദ്ധിക്കില്ലല്ലോ. സാറ് വന്ന കാര്യം അവൾ അറിഞ്ഞു കാണില്ല. ആ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചു നോക്കിയതാ, ബട്ട് ഔട്ട് ഓഫ് കവറേജ്. ഇത് ഏതാടി ഈ സ്ഥലം? സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് ശ്രീ. എന്തിന്? ഇങ്ങനൊരു സ്ഥലത്ത് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും നേരം നിന്നു? എന്റെ വീട്ടില് ഞാൻ ആരെ പേടിക്കാനാ കൃഷ്ണ? നിന്റെ വീടോ? ആ, രവി സാറിനെന്ന് പറയുമ്പോ എന്റെയും കൂടെയല്ലേ. നീ അതൊക്കെ വിട്ടിട്ട് ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും. മെസ്സേജ് വന്നതനുസരിച്ച് സാർ ഇപ്പോൾ ഉള്ളത് നിന്റെ വീട്ടിലാ. സമയം ഇത്രയും വൈകുകയും ചെയ്തു. ഞാൻ അച്ഛനോടും അമ്മയോടും ഷോപ്പിങ്ങിന് പോവാന്നാ പറഞ്ഞത്. എന്തായാലും ദീപുവിനെ ഞാൻ പറഞ്ഞങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇനി അവൻ അവിടെ ചെന്ന് കുളമാക്കാതിരുന്നാ മതി. അല്ല, ഇത്രയും റിസ്ക് എടുത്ത് നീ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ ഞാൻ പറയാം കൃഷ്ണ. ആദ്യം നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം. നീ കേറ്, ഞാൻ നിന്റെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.